and tasty beef inside. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്ക് ഐറ്റമാണ് പഫ്സ്. പണ്ടൊരിക്കൽ കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ട പഫ്സ് കഴിച്ചിട്ട് എനിക്കൊരു വല്ലാത്ത സ്റ്റൊമക്ക് ബഗ് വന്ന് ഞാൻ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണത്താൽ ഞാൻ പഫ്സ് കഴിക്കുന്നതേ വളരെ കാലമായിട്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അമേരിക്കയിൽ വന്നതിന് ശേഷം ഞാൻ പഫ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഞാനിപ്പം ഈ ഒരു പഫ്സ് മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫ് പഫ്സാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ബീഫ് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്, ഒരു 4 വിസിലിട്ടിട്ട്. ഇനിയും നമ്മൾ അതിന് മസാല ഉണ്ടാക്കാനായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, കരിവേപ്പില നല്ല ചെറുതായിട്ട് അരിഞ്ഞത് കുനുകുനാന്നരിയണം കേട്ടോ. ഇവയെല്ലാം കുനുകുനാന്നരിഞ്ഞ് നല്ലതുപോലെ എണ്ണയിലിട്ട് വഴറ്റുക. കടുകിടരുത്. ഇനി അത് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, ഒരല്പം മഞ്ഞളാകാം, ഒത്തിരി വേണ്ട, ഇവയെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് തണുത്ത് കഴിയുമ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് ഇതാക്കിയെടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം ഒത്തിരി അങ്ങ് അളിഞ്ഞു പോകാൻ പാടില്ല, ഒത്തിരി അങ്ങ് ഓവറായിട്ട് മിക്സ് ആകാൻ പാടില്ല. ഇനി കൈകൊണ്ട് പിച്ചിടാൻ പറ്റുവാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇനിയും ഈ വെച്ചിരിക്കുന്ന മിക്സിലേക്ക് മിക്സ് ചെയ്ത് അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ പഫ് പേസ്ട്രി ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ബ്രാൻഡിൻ്റെയാണ് ഞാൻ വാങ്ങിക്കുന്നത്, പെപ്പറിച്ച് ഫാംസിൻ്റെ. ഇനി അത് ഫ്രീസറിൽ നിന്ന് എടുത്താണ്. അത് വെളിയിലൊരു 2 മണിക്കൂറോളം വെച്ചതിന് ശേഷമാണ് ഇനി അത് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഫില്ലിങ് ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു ഷീറ്റിൽ നിന്ന് ഏകദേശം 12 എണ്ണം ഞാൻ മുറിച്ച് ഏകദേശം 12 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഫോർക്ക് എടുത്തിട്ട് സൈഡിൽ പിന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ ഒട്ടിക്കാം. അതുപോലെ തന്നെ സൈഡിലൊരു ഡിസൈൻ മാതിരി ഇരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അതുപോലെ ഫില്ലിംഗ് എല്ലാം ചേർത്ത് ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്ത് നല്ലതുപോലെ ഉടച്ച് അത് ഒരു ബ്രഷ് എടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ അവനിൽ 170 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഫാരൻഹൈറ്റിൽ ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം 25 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഫ്സ് എല്ലാം നല്ലതുപോലെ കുക്ക് ചെയ്ത് നല്ല ഗോൾഡൻ ബ്രൗണ് മേലെ ആയിട്ടുണ്ട്. ഈ മുട്ട മേലെ പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗണിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് ഇവിടെ റെഡിയാണ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുറഭാഗം നല്ല ക്രിസ്പിയും അകത്ത് നല്ല കുറച്ച് സ്പൈസിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫില്ലിംഗ് ആണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഏറ്റവും എളുപ്പമാണ്. നമ്മൾ കടയിൽ നിന്ന് ഉള്ള അഴുക്ക് മസാല ഉള്ളതൊന്നും വാങ്ങിച്ച് കഴിക്കുന്നതിലും നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കാൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. ഇവിടെ അത് പെട്ടെന്ന് തീരുന്നൊരു സാധനമാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൾ ലേറ്റർ. ബൈ.